അതെ, പാല് വാങ്ങിക്കഴിഞ്ഞാൽ പാൽ കവർ പൊതുവേ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാറാണല്ലോ പതിവ്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. പാൽ കവർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മുറി തണുപ്പിക്കുന്നത് മുതൽ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പം കുറേ കാലം ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് പാൽ കവർ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ പാൽ കവറിലേക്ക് പച്ചക്കറി വെച്ച് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ല പോലെ ടൈറ്റാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് കിട്ടും. മാത്രവുമല്ല കുറേ കാലം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. മുരിങ്ങയ്ക്ക പൊതുവേ നമ്മൾ ഏത് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് ഉണങ്ങിപ്പോകാറുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പാൽ കവറിലാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. എല്ലാവരുടെ കയ്യിലും സിപ്ലോ കവറുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വാങ്ങുന്ന പാൽ കവറിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്യാൻ എടുക്കുമ്പോൾ കവർ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൽ കുറച്ച് നെയ്യുടെ അംശം ഉള്ളത് കൊണ്ട് തന്നെ പച്ചക്കറികൾ കുറേ കാലം ഫ്രഷ് ആയിട്ടിരിക്കും. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇടികളില്ലാത്തവർ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിലേക്കിട്ട് പലപ്പോഴും നമ്മൾ ഇടിക്കാറുണ്ട്. പക്ഷേ അത് തെറിച്ച് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമുക്കത് ഇതുപോലെ ഒരു പാൽ കവർ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലാസ്സിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. എത്ര പ്രഷർ കൊടുത്ത് നമ്മൾ ചതച്ചെടുത്താലും ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും പുറത്തേക്ക് തെറിച്ചു പോകത്തില്ല. ചെറിയ ഇടികൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്കിട്ട് ഇടിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഉള്ളിയും പച്ചമുളകും ഒക്കെ പുറത്തേക്ക് തെറിച്ചു പോകാറുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുത്തിട്ട് ഇടിച്ചെടുക്കുന്നത്. ഗ്ലാസ്സിലിട്ടാണ് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോകാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിലെ ചിരവയുടെ അടപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പാൽ കവർ നമുക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ പാൽ കവർ നല്ല ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ചിരവയുടെ നാക്കിൻ്റെ ഭാഗത്ത് വെച്ച് നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അവിടെ ഇരുന്നോളും. ആവശ്യമുള്ള സമയത്ത് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കുമ്പം പാറ്റയോ എറുമ്പോ ഒന്നും കയറത്തില്ല കേട്ടോ. ഇതുപോലെ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമുക്കത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചൻ്റെ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈ തട്ടിയിട്ട് മുറിവൊന്നും ഉണ്ടാവത്തില്ല. അടുത്ത ടിപ്പ്, നമ്മൾ ഇതുപോലെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാൽ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. പാൽ കവർ നമ്മൾ കഴുകിയെടുത്താലും അതിൽ കുറച്ച് നെയ്യുടെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു മാവെടുത്ത് ചപ്പാത്തി ചുട്ടാലും നല്ല സോഫ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഇതുപോലെ പാൽ കവറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ കവർ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ചപ്പാത്തി മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കഴിയും. ഒരു ദിവസം കുറഞ്ഞത് 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ എടുക്കാറുണ്ടല്ലേ. അപ്പം ഇതുപോലെ പാൽ കവർ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോ കവറിലും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒക്കെ പ്രത്യേകം വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ച് നോക്കും. നമുക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഒരു 2-3 ദിവസം വരെയൊക്കെ ഇത് ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ബോക്സിലാണ് ഇട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെടുക്കാനായിട്ട് നമ്മൾ കുറേ തപ്പേണ്ടതായിട്ട് വരും. ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ചതിന് ശേഷം ഒരു ക്ലോത്ത് ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലപോലെ കവർ ചെയ്തും വെക്കാം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ബോക്സിൽ വെക്കുകയാണെങ്കിൽ എത്ര സ്ഥലമാണ് ഫ്രിഡ്ജിൽ നമുക്ക് പോയി കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലവും സേവ് ചെയ്യാം, എടുക്കാനും എളുപ്പമായിരിക്കും. ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിക്കാനും കഴിയും. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ കുപ്പികളുടെയൊക്കെ അടപ്പുകൾ ലൂസായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും എടുക്കുന്ന കുപ്പികളുടെ അല്ലെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് പൂത്ത് പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പാൽ കവർ എടുത്തിട്ട് ആ ഒരു വായ്ഭാഗം മൂടി വെച്ച് ഇങ്ങനെയൊന്ന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ലൂസായിട്ടുള്ള അടപ്പാണെങ്കിലും നല്ല ടൈറ്റായിട്ടിരുന്നോളും. അച്ചാറുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ കാലം പൂക്കാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. എപ്പോഴും എടുക്കുന്ന ഭരണിയുടെ അടപ്പ് താഴെ വീണ് പൊട്ടിപ്പോകാതിരിക്കാനും അല്ലെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊക്കെ ചിന്നിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പാൽ കവർ എടുത്ത് ആ ഒരു അടപ്പ് കവർ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിലും നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും.
നമ്മൾ ഇതിനായിട്ടൊക്കെ എടുക്കുന്ന പാൽ കവർ നല്ലതുപോലെ കഴുകി വെള്ളം നനവില്ലാത്ത രീതിയിൽ ഉണക്കിയെടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അത് പ്രത്യേകം മറന്നു പോകരുത്. ഞാനതിടയ്ക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഷെയർ ചെയ്ത ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കിച്ചൺ കൗണ്ടറിൻ്റെ സൈഡിൽ ഇതുപോലൊരു പാൽ കവർ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന വേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മുടെ കിച്ചൺ വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയുള്ള ടിപ്പുകൾ ഞാനൊരു മുമ്പ് വീഡിയോയിൽ ചെയ്തിരുന്നു. അതിലെ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെടുത്ത് വേസ്റ്റിൽ കളഞ്ഞാൽ മതി. നമ്മുടെ കിച്ചൺ ഒട്ടും തന്നെ വൃത്തികേടാവത്തില്ല. യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള എണ്ണക്കുപ്പികളോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരുന്ന് കുപ്പികളോ ഒക്കെ ബാഗിൽ വീഴാതിരിക്കാനായിട്ട് ഇതുപോലൊരു പാൽ കവർ എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ആ ഒരു കുപ്പി വെച്ച് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സേഫ് ആയിട്ടിരുന്നോളും. ഇനി ഞാനൊരു പാൽ കവർ എടുത്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ചപ്പാത്തി പരത്താനുള്ള ചപ്പാത്തി പലകയോ അല്ലാന്നുണ്ടെങ്കിൽ പൂരി പ്രസ്സോ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ നമുക്ക് പാൽ കവർ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ചെറിയ ഉരുളകളാക്കി മാവ് കുഴച്ചെടുത്തതിന് ശേഷം പാൽ കവറിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു മറ്റേ സൈഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു പാത്രം അതിന് മുകളിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പൂരി നമ്മളിവിടെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാൽ കവറിൽ നെയ്യുടെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടും എണ്ണ തടവി കൊടുക്കേണ്ട കേട്ടോ. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു കൈയുടെ അടയാളം മാറാനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളൊരു പാൽ കവർ കട്ട് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല ഗ്ലാസ് പോലെ തിളങ്ങി കിട്ടും. ഞാനൊരു ലിക്വിഡും ഉപയോഗിക്കാതാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ വിൻഡോയുടെ ഗ്ലാസ്സുകളും നമുക്ക് പാൽ കവർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പം വീടിൻ്റെ റോഡ് സൈഡിലുള്ള വിൻഡോയാണ്. ഡസ്റ്റിങ് ചെയ്തതിന് ശേഷം ഒരു പാൽ കവർ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എത്ര പെർഫെക്റ്റ് ആയിട്ടാണത് ക്ലീൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് പാൽ കവർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരേ അളവിന് കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. റഫായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2-3 പാൽ കവർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ കവർ ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരേ ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറിൻ്റെ മറ്റേ സൈഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അയൺ ബോക്സ് ചൂടാക്കി അതിന് മുകളിൽ വെച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പം ഉള്ളി വെച്ചിരിക്കുന്ന പാൽ കവറുകളെല്ലാം ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് ഒരുമിച്ച് ഒട്ടിക്കിട്ടും. ഇതുപോലെ നമുക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒട്ടിക്കിട്ടിയിരിക്കുന്ന പാൽ കവറുകൾ നമ്മൾ എടുത്തതിന് ശേഷം ഒരു സ്റ്റിക്കിൽ നമ്മൾ നല്ല പോലെ ഒരു ടോയിൻ ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു പാൽ കവർ ഇതുപോലെ കവർ ചെയ്തിട്ടാണ് നമ്മൾ നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടോ അല്ലെങ്കിൽ ഒരു നൂലുപയോഗിച്ചോ കെട്ടി വെക്കുന്നത്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഒരു ഡസ്റ്റിങ് ചെയ്യുന്ന മോപ്പാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റഭാഗം കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടിവിയുടെ സൈഡിലൊക്കെ ഉള്ള പൊടികൾ അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ കയ്യെത്താത്ത ഭാഗങ്ങളിലുള്ള പൊടികളൊക്കെ തട്ടിയെടുക്കാനായിട്ട് കഴിയും. മാറാലക്കോലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡസ്റ്റ് റിമൂവറോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാവും. ഇതാവുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ്. പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ള ഐഡിയ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. അടുത്ത ടിപ്പ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. AC ഇല്ലാണ്ട് തന്നെ നമുക്ക് മുറി ഒന്ന് തണുപ്പിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പ് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു മൺപാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാൽ കവറിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിയിലൊരു പാത്രം വെച്ച് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ വെച്ച് കൊടുത്ത് വിൻഡോയും ഡോറും ഒക്കെ ക്ലോസ് ചെയ്ത് ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മുടെ മുറിക്കുള്ളിൽ നല്ല തണുപ്പുണ്ടാവും. പാൽ കവറിൽ വെച്ച് റെഡിയാക്കിയ ഐസ് ക്യൂബ് നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്ന സമയത്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പം തുണികൾ പെട്ടെന്ന് വൃത്തിയായി കിട്ടാനും പരസ്പരം കെട്ടുപിണഞ്ഞു പോകാതിരിക്കാനും ഒരുപാട് നേരം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ചൂടായിട്ട് അധിക കറണ്ട് ഉപയോഗിക്കാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അടിപൊളിയായിട്ടുള്ള വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.